ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കട്ടിപ്പാളികളിലും കൊടിമര നിർമ്മാണത്തിലും നടന്നുവെന്ന് പറയപ്പെടുന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം നിർണായകമായൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഭക്തർക്കിടയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടുവെന്നും അവയ്ക്ക് പകരം മറ്റു കുറഞ്ഞ പാളികൾ സ്ഥാപിച്ചുവെന്നുമുള്ള പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ കേസിൽ ഹൈക്കോടതി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന കർക്കശമായ നിലപാടുകൾ അന്വേഷണ ഏജൻസികളെ കൂടുതൽ കൃത്യതയോടെ നീങ്ങാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം സ്വർണ്ണപ്പാളികളുടെ ആധികാരികത പരിശോധിക്കുക എന്നതാണ്. ഇതിനായി നേരത്തെ VSSC ശാസ്ത്രീയ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ കോടതി ചില ഗൗരവകരമായ സംശയങ്ങൾ ഉന്നയിച്ചു. VSSCയുടെ റിപ്പോർട്ടിൽ പട്ടികകളിലെ സ്വർണത്തിന്റെ അളവിനെക്കുറിച്ചോ അവ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചോ വ്യക്തമായ ഉത്തരം നൽകാൻ സാധിച്ചിരുന്നില്ല. 1998 UB ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ശ്രീകോവിൽ സ്വർണം പൂശിയപ്പോൾ മെർക്കുറി ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയാണ് അവലംബിച്ചത്. എന്നാൽ ഇപ്പോൾ ചില പാളികളിൽ മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല. ഇത് പഴയ പാളികൾ കടത്തുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്തു എന്ന സംശയത്തിന്റെ ബലം നൽകുന്നു. VSSCക്ക് വ്യക്തത നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുംബൈയിലെ പാപ്പ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ കൂടുതൽ ആധുനികമായ പരിശോധന നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. അടുത്തയാഴ്ച മാസപൂജയ്ക്കായി നട തുറക്കുമ്പോൾ ഈ പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാനാണ് തീരുമാനം. സ്വർണ്ണക്കട്ടിപ്പാളി കേസിന് പുറമെ ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലും കോടതി പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കൊടിമര പുനർനിർമ്മാണം നടന്നത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തത്തിൽ മാറ്റി പുതിയവ സ്ഥാപിച്ചുവെന്നും ഇതിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്നുമാണ് ആരോപണം. കൊടിമര കേസിലെ അന്വേഷണം ഊർജിതമായാൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അത് വലിയ തിരിച്ചടിയാകും. അനധികൃത പണപ്പിരിപ്പ്, വാജി വാഹന കൈമാറ്റം എന്നിവയുടെ ക്രമക്കേടുകൾ SIT പ്രത്യേകം അന്വേഷിക്കും. SIT ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇതിന് പിന്നിലെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ധൃതി വേണ്ടെന്നാണ് EDയുടെ നിലപാട്. അറസ്റ്റ് ചെയ്താൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാമെന്ന വ്യവസ്ഥ പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. SITക്ക് ഇക്കാര്യത്തിൽ പറ്റിയ വീഴ്ച ED ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ ഈ കേസിൽ നിർണായകമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, MP അടൂർ പ്രകാശ്, സിനിമാ താരം ജയറാം എന്നിവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJPയുടെ ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നത് അന്വേഷണത്തിന് പുതിയ മാനങ്ങൾ നൽകി. കർണാടക മുൻ മുഖ്യമന്ത്രി, മുൻ ഉപമുഖ്യമന്ത്രി എന്നിവർക്കൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് ചർച്ചയായത്. ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണവാതിൽ സമർപ്പണ ചടങ്ങിലെ പങ്കാളിത്തം പ്രതിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. കുറ്റപത്രം കൃത്യസമയത്ത് നൽകാൻ SITക്ക് സാധിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, S ശ്രീകുമാർ എന്നിവർക്ക് ഇതിനോടകം ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. കട്ടിളപ്പാളി കേസിൽ പ്രതിയായ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണ കേസല്ല, മറിച്ച് ഭക്തരുടെ വിശ്വാസത്തെയും ക്ഷേത്ര സമ്പത്തിനെയും ചൂഷണം ചെയ്ത വലിയൊരു ഗൂഢാലോചനയാണ്. പാപ്പ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്നുള്ള ശാസ്ത്രീയ റിപ്പോർട്ട് ഈ കേസിന്റെ വിധി നിർണ്ണയിക്കും. കോടതിയുടെ കർക്കശമായ ഇടപെടലുകൾ സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് അയ്യപ്പ ഭക്തർ പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 19 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ നിർണായകമായ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുൻകാല സാമ്പത്തിക ഇടപാടുകൾ അതീവ നിഗൂഢവും വിപുലവുമാണെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു സാധാരണ സ്വർണ്ണപ്പണിക്കാരൻ എന്ന നിലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വ്യക്തിയിലേക്കുള്ള ഇയാളുടെ വളർച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ എന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വൻതോതിൽ ബിനാമി നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇയാൾ കോടികൾ നിക്ഷേപിച്ചതായാണ് സൂചന. ശബരിമലയ്ക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും സ്വർണം പൂശുന്ന ജോലികൾ ഇയാൾ ഏറ്റെടുത്തിരുന്നു. ഇതിന്റെ മറവിൽ സ്വർണത്തിന്റെ അളവിൽ കൃത്രിമം കാണിച്ചു പഴയ സ്വർണം കടത്തിയും ഇയാൾ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി സംശയിക്കുന്നു. ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണവാതിൽ സമർപ്പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതിന് ഉദാഹരണമാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും ദേവസ്വം ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ഈ സ്വാധീനം ഉപയോഗിച്ചാണ് വലിയ കരാറുകൾ സ്വന്തമാക്കിയിരുന്നത്. ഇയാളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിൽ വിദേശ കറൻസികളും ആഡംബര വാഹനങ്ങളുടെ രേഖകളും പിടിച്ചെടുത്തിരുന്നു. സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം ഹവാല മാർഗങ്ങളിലൂടെ വിദേശത്തേക്ക് കടത്തിയോ എന്ന കാര്യവും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കട്ടിളപ്പാളി കേസ് ഇയാളുടെ വിപുലമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.